ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ. അമ്മാ ബഅദ്. സൂറത്തുൽ ഖസസ് 5 മുതൽ 7 വരെയുള്ള ആയത്തുകൾ, പേജ് നമ്പർ 385, 386. ഈ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വനുരീദു അൻ നമുന്ന വനുരീദു. ഇവിടെ ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ്, എല്ലാം തർക്കീഖ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. അൻ നമുന്ന. അൻ എന്ന പദത്തിലെ സാക്കിനത്തെ നൂൻ ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുന്നു. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ഈ പദത്തിന്റെ അന്ത്യത്തിലും ഒരു മുശദ്ദദത്തായ നൂന് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും ഒരേ വിധിയാണ്, മണിച്ചുകൊണ്ട് 2 ഹറക്കത്തിന്റെ അളവിൽ ഗുന്ന കൊടുക്കുക. വനുരീദു അൻ നമുന്ന അലല്ലദീന ഇസ്തുദ്ഇഫൂ. ഈ പദത്തിൽ ഉസ്തുദ്ഇഫു എന്നതില് ദ്വാദിനാണ് തഫ്ഖീം കൊടുക്കേണ്ടത്. ഫിൽ അർദി, ഇതിൽ റാഇനും ദ്വാദിനും തഫ്ഖീമാണ്. ദ്വാദിന് കസ്റ ഉള്ളത് കൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് കൊടുക്കുക. ഫിൽ അർദി വനജഅലഹും അഇമ്മ. ഈ പദം ആവർത്തിക്കുന്നു. വനജഅലഹും എന്ന പദം ഈ വചനത്തിൽ വീണ്ടും ജീമിന് ഖൽഖല സുഗ്റ കൊടുത്തുകൊണ്ട് ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കണം. അഇമ്മ, 2 ഹംസകൾ തുടരെയായി വരുന്നു. അത് അഇമ്മ എന്നായി പോകരുത്. ക്ലിയറായി ശിദ്ദത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരം കൂടിയാണ് ഹംസ. അഇമ്മതൻ വനജഅലഹും. ഈ പദത്തിൽ അതിനു മുമ്പായി വനജഅലഹും അഇമ്മ എന്ന് പറയുമ്പോൾ സാക്കിനത്തായ മീമുണ്ട്, ശേഷം ഹംസ. ഇവിടെ ഇദ്ഹാർ ശഫവി എന്നതാണ് ഹുക്മ്. മണിക്കാതെ വെളിവാക്കി സാക്കിനത്തായ മീമിനെ ഉച്ചരിക്കുക. അഇമ്മതൻ എന്ന പദത്തിൽ മുശദ്ദദത്തായ മീമിനെ മണിക്കണം. ശ്രദ്ധ നൽകപ്പെട്ട മീമിനെ മണിക്കുക. അഇമ്മതൻ വനജഅലഹും. തൻവീനും ശേഷം വാവും. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. ഇതാണ് നിയമം, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മണിച്ചുകൊണ്ട് ലയിപ്പിച്ചുച്ചരിക്കുക. തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. അഇമ്മതൻ വനജഅലഹുമുൽ വാരിസീൻ. വനജഅലഹും ജീമിന് ഖൽഖല സുഗ്റ പറഞ്ഞു. അൽ വാരിസീൻ. വനജഅലഹും അൽ എന്നത് ഇൽതിഖാഉ സാക്കിനിന്റെ പരിഹാരമായി മീമിന് ളമ്മ കൊടുത്തു. വനജഅലഹുമുൽ വാരിസീൻ. അൽ വാ ആവർത്തിച്ചു വരുന്ന വാവുകൾ അല്ലേ, ഒക്കെ വനുരീദു എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് ഒക്കെ 2 ചുണ്ടിൽ നിന്ന് തന്നെ ആയിരിക്കണം ഉച്ചരിക്കേണ്ടത്. ചുണ്ടുകൾ വൃത്താകൃതിയിലായിരിക്കും വാവ് ഉച്ചരിക്കുമ്പോൾ എന്നതും ശ്രദ്ധിക്കുക. അൽ വാരിസീൻ. വനുമക്കിന ലഹും ഫിൽ അർദി. വനുമക്കിന. കാഫ് ശിദ്ദത്തും ഹംസും ഒക്കെയുള്ള അക്ഷരമാണ്. വനുമക്കിന ലഹും ഫിൽ അർദി. ലഹും ഫിൽ, അവിടെ സാക്കിനത്തായ മീമും ശേഷം ഫാഉമാണ്. ഇൽഹാർ ശഫവി സൂക്ഷ്മതയോടെ വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കണം, മണിക്കാതെ. കാരണം സാക്കിനത്തായ മീമും ഫാവും എല്ലാം ശഫവി അക്ഷരങ്ങളായതുകൊണ്ട് മീമ് അവ്യക്തമാവാൻ സാധ്യതയുമുണ്ട്. വനുമക്കിന ലഹും ഫിൽ അർദി. ലഹും ഫിൽ അർദി. അർദ്, അൽ അർദ് ആവർത്തിച്ചു നേരത്തെ വന്ന പദമാണ്. ദ്വാദിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക, മക്സൂറത്ത്. അതുകൊണ്ട് റാഇന് പൂർണ്ണമായ തഫ്ഖീം, റാഇന് സുക്കൂനും തൊട്ട് മുമ്പിൽ സ്ഥിരപ്പെട്ട ഫത്ഹയുമാണ്. അപ്പോൾ ഫിൽ അർദി. അർദി ഫിൽ അർദി. വനൂരിയ ഫിർഔന. വനൂരിയ റാഇന് കസ്റ തർക്കീഖാണ്. ഫിർഔൻ എന്ന പദത്തിലും റാഇന് തർക്കി കൊടുത്ത് നേർപ്പിക്കണം.
സാക്കിനത്തായ റാഹ് തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്ര. ഇങ്ങനെയാകുമ്പോൾ തർക്കീഖ് നേർപ്പിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത് റാഹിനെ. വനുരിയ ഫിർഔന വഹാമാന വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ വഹാമാന വജുനൂദഹുമാ. എല്ലാ അക്ഷരങ്ങൾക്കും എന്താണ് തർക്കീഖ് ഇസ്തിഫാലിന്റെ ഹർഫുകളായതുകൊണ്ട്. മിൻഹും മാ കാനൂ യഹ്ദറൂൻ. മിൻഹും ഈ പദത്തിൽ സാക്കിനത്തായ നൂനും ശേഷം ഹാഉമാണ്. ഇൽഹാർ ഹൽക്കി നൽകി ഉച്ചരിക്കുക, മണിക്കാതെ നൂനിനെ ഉച്ചരിക്കണം എന്നതാണ്. മിൻഹും അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീം ശേഷമുള്ള മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിക്കുക. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈനി സഗീർ എന്നൊക്കെ പറയാം. ഈ മീമിനെ അടുത്ത മീമിൽ ലയിപ്പിച്ച് ഒറ്റ ശബ്ദത്തുള്ള മുശദ്ദദത്തായ മീമാക്കി മാറ്റി മണിച്ച് ഉച്ചരിക്കുക. അപ്പോൾ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. മാ കാനൂ എല്ലാം ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളായതുകൊണ്ട് തർക്കീഖാണ്. മാ കാനൂ അല്ല, മാ കാനൂ മാ കാനൂ യഹ്ദറൂൻ. അലിഫുകളൊക്കെ തർക്കീഖാണ്, കാരണം ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളെയാണ് ദീർഘിപ്പിക്കുന്നത് എന്നതുകൊണ്ട്. യഹ്ദറൂൻ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ അക്ഷരങ്ങളും അതിന്റെ മഖ്റജിൽ നിന്ന് കൃത്യമായി എല്ലാ സിഫാത്തും പൂർത്തിയാക്കി ഉച്ചരിക്കണം എന്നത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. റാഇന് തഫ്ഖീം കൊടുക്കണം. യഹ്ദറൂൻ യഹ്ദറൂൻ. വഔഹൈന വീണ്ടും ഹ വ്യക്തമാക്കുക. വഔഹൈന ഇലാ ഉമ്മി മൂസ. ആവർത്തിച്ച് മദ് മുൻഫസിൽ ജായിസ് വരുന്നു. ഇവിടെ വഔഹൈന ഈ പദത്തിലെ അലിഫ്, മൂസ ഇലാ എന്നതിലെ അലിഫ്, അതുപോലെ മൂസ അൻ അർദിഇ അവിടെയും. ഇവിടെയൊക്കെ മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ് അലിഫുകൾക്ക് നൽകുക. അലിഫിന് ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസ മറ്റൊരു പദത്തിലുമായി വന്നതാണ് ഇതിന്റെ കാരണം. അപ്പോൾ മദ് മുൻഫസിൽ ജായിസ് 4-5 ഹറക്കത്തിന്റെ അളവിൽ 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫുകളെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഇനി വേണമെങ്കിൽ വഔഹൈന ഇലാ ഉമ്മി മൂസ അൻ അർദിഇ എന്ന് മദ് നൽകാതെയും ഓതാവുന്നതാണ് ജായിസ് ആയതുകൊണ്ട്. അപ്പോൾ മദ് മുൻഫസിൽ ജായിസ് 3 തവണ ആവർത്തിക്കുകയാണ്. ഇലാ ഉമ്മി മീം മുശദ്ദദ ശബ്ദ നൽകപ്പെട്ട മീമിനെ മണിക്കണം. മൂസ അൻ അർദിഇ എല്ലാ അലിഫുകളും ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളെ ദീർഘിപ്പിക്കായതുകൊണ്ട് തർക്കീഖാണ്. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖ് തന്നെയാണ്. ഇവിടെ അർദിഇ എന്ന് പറയുമ്പോൾ റാഇന് തഫ്ഖീമും ളാദിന് തഫ്ഖീമും ഉണ്ട്. ളാദിന് കസ്റ ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം മാത്രമാണ്. അൻ അർദിഇ വഖഫ് ചെയ്യുമ്പോൾ അല്പം ദീർഘം വരുന്നു. മദ് ആരിദ് ലിസുകൂൻ എന്ന ദീർഘം. അൻ അർദിഇ ഈ ദീർഘം 4 ഹറക്കത്തിന്റെ അളവിൽ തവസ്സുത്ത് മധ്യമം മിതത്വം സ്വീകരിക്കുക എന്നതാണ്. അല്ലെങ്കിൽ 6 ഹറക്കത്തിന്റെ അളവിൽ പൂർത്തിയാക്കുകയും ആവാം, അല്ലെങ്കിൽ 2 ഹറക്കത്തിന്റെ അളവിൽ ഖസ്ർ ചെയ്ത് മതിയാക്കുകയും ആവാം. ചേർത്ത് ഓതുമ്പോൾ 2 ഹറക്കത്തിന്റെ അളവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അൻ അർദിഇഹി ഫഇദ എന്നാണ് ചേർത്ത് ഓതുക. അപ്പോ നമുക്ക് മിതത്വം സ്വീകരിച്ചുകൊണ്ട് അൻ അർദിഇഹി فإذا خفت عليه خفت ഇസ്തിഅലാന്റെ അക്ഷരമാണ്, തഫ്ഖീമാണ്. പക്ഷേ കസ്റായതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം മാത്രം. فإذا خفت عليه عليه عين خاء എല്ലാം ഹൽക്കിന്റെ അക്ഷരങ്ങൾ വ്യക്തമാക്കി ശ്രദ്ധിച്ചുച്ചരിക്കുക. فإذا خفت عليه فألقيه فألقيه قاف തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാന്റെ അക്ഷരമാണ്. എന്നാൽ കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം. ഖാഇനും അങ്ങനെ തന്നെ. ഫഇദാ ഖിഫ്തി എന്ന് പറയുമ്പോൾ കുറഞ്ഞ തഫ്ഖീമാണ്. ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫഅൽഖീഹി ഫിൽ യമ്മി യമ്മി
മീം മുശദ്ദദ അണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. വലാ തഖാഫി, ഖാഇനും അലിഫിനും തഫ്ഖീമാണ്. ഖാ ഇസ്തിഅലാന്റെ അക്ഷരം തഫ്ഖീം ചെയ്യണം. അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും തഫ്ഖീം നിലനിർത്തണം. അപ്പോൾ പൂർണ്ണമായ തഫ്ഖീമിന്റെ അവസ്ഥയാണ് ഇവിടെ. വലാ തഖാഫി വലാ തഖാഫി വലാ തഹ്സനി, ഹ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. വലാ തഹ്സനി അവിടെ ചേർത്ത് പറയുമ്പോൾ മാത്രമാണ് മദ്ദ് മുൻഫസിൽ ജായിസ് വരിക, വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാവുകയില്ല. വലാ തഹ്സനി എന്ന് രണ്ട് ഹറക്കത്തിന്റെ ഖദറിൽ ദീർഘിപ്പിച്ച് നിർത്തുക. ഇന്ന നൂൻ മുശദ്ദദയെ മണിക്കണം. റദ്ദൂഹു ഇലൈകി, ഇതിലുള്ള ദീർഘം മദ്ദ് ലാസിം മുസഖൽ കലിമി എന്നതാണ്. നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ മദ്ദ് ലാസിം മുസഖൽ ഹർഫിയെ കുറിച്ച് പഠിച്ചു. എന്നാൽ ഇവിടെ കലിമിയാണ്. കലിമി എന്ന് പറയാൻ കലിമത്തായതുകൊണ്ട്, സൂറത്തിന്റെ തുടക്കത്തിൽ ഹർഫുകളായതുകൊണ്ട് ഹർഫി എന്ന് പറയുന്നു. അക്ഷരങ്ങളിലാണ് ദീർഘം വരുന്നത്. ഇവിടെ കലിമത്താണ്, ഒരു പദമാണ്. അതുകൊണ്ട് കലിമിയായ ലാസിമായ ദീർഘം. എന്നാൽ ദീർഘാക്ഷരത്തിന് ശേഷം ശബ്ദ ഉള്ളതുകൊണ്ട് മുസഖൽ കൂടിയാണ്, ശക്തമായ ദീർഘമാണ്. അപ്പോൾ ഇന്ന നൂൻ മുശദ്ദദ മണിക്കണം. ഇന്ന റദ്ദൂഹു 6 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. റദ്ദൂഹു ഇലൈകി വജഅലൂഹു മിനൽ മുർസലീൻ. പ്രത്യേകിച്ച് ഹുക്മുകളൊന്നുമില്ല. എന്നാ സിഫാത്തുകളും എല്ലാം ശ്രദ്ധിച്ച് മഖ്റജിൽ നിന്ന് എല്ലാ അക്ഷരങ്ങളെയും വ്യക്തമാക്കി ഉച്ചരിക്കുക. അൽ മുർസലീൻ എന്ന് പറയുമ്പോൾ റായിന് തഫ്ഖീമുണ്ട്. തഫ്ഖീം റായിന് സുക്കൂനും തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ട ദമ്മയുമാണ്. അപ്പോൾ തഫ്ഖീമാണ്, തടിപ്പിച്ച റാ ഉച്ചരിക്കുക. മിനൽ മുർസലീൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ونمكن لهم في الأرض ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون. وأوحينا إلى أم موسى أن أرضعيه فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجاعلوه من المرسلين.